നമസ്കാരം. പീച്ചിയിൽ ഭൂമിക്കടിയിൽ നിന്നുള്ള പ്രകമ്പനവും ഉഗ്രശബ്ദവും വീണ്ടും ഉണ്ടായതോടെ മേഖലയിൽ ഭൂവിജ്ഞാന വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും അടിയന്തര പരിശോധന വേണമെന്ന് നാട്ടുകാർ. റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്താത്ത ചെറിയ പ്രകമ്പനമാണെന്ന് ലഘൂകരിക്കാതെ ബന്ധപ്പെട്ട വകുപ്പുകൾ ആവശ്യമായ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഒരാഴ്ചയുടെ ഇടവേളയിൽ 2 പ്രകമ്പനങ്ങൾ ഉണ്ടായതും ഓരോ വർഷവും ഭൂചലനങ്ങൾ ഉണ്ടാകുന്നതുമാണ് നാട്ടുകാരെ ആശങ്കയിലാക്കുന്നത്. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. നെന്മണിക്കര മടവാക്കരയിൽ വീട്ടിനുള്ളിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു. കൊല്ലപ്പെട്ട കൃഷ്ണന്റെ രണ്ടാമത്തെ മകൻ രാധാകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘം മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കോൺഗ്രസ് ദേശീയ നേതാക്കൾക്കെതിരായ കയ്യേറ്റത്തിൽ പ്രതിഷേധം ശക്തമായി. വിവിധ സ്ഥലങ്ങളിൽ കോൺഗ്രസ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. നെന്മണിക്കര മടവാക്കരയിൽ വീട്ടിനുള്ളിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കേസിൽ കൊല്ലപ്പെട്ട കൃഷ്ണന്റെ രണ്ടാമത്തെ മകൻ രാധാകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് കൃഷ്ണനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നെന്മണിക്കര മടവാക്കരയിൽ തനിച്ചു താമസിച്ചിരുന്ന പൊലിയടത്ത് പറമ്പിൽ 89 വയസ്സുള്ള കൃഷ്ണനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലക്കേറ്റ ഗുരുതരമായ അടിയാണ് മരണകാരണമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം കൊലപാതകത്തിലേക്ക് വഴിമാറിയത്. കേസിൽ കൃഷ്ണന്റെ രണ്ടാമത്തെ മകനായ 52 വയസ്സുള്ള രാധാകൃഷ്ണനെയാണ് പുതുക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് പിതാവിന് ജീവനാംശം നൽകാൻ കോടതി കൃഷ്ണന് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനുശേഷം സമീപത്ത് താമസിച്ചിരുന്ന രാധാകൃഷ്ണൻ പിതാവുമായി അകൽച്ചയിലായിരുന്നെന്നും സംസ്കാര ചടങ്ങിൽ പോലും പങ്കെടുക്കാതിരുന്നതാണ് പോലീസിന്റെ സംശയം ശക്തമാക്കിയത്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് കൃഷ്ണനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുറിയിലെ ചുമരിൽ ചാരി കട്ടിലിരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ഇടത് ചെവിക്ക് സമീപമുള്ള ആഴത്തിലുള്ള മുറിവും വീടിന്റെ 2ാം നിലയിലെ പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിടന്നതും കൊലപാതക സാധ്യതയിലേക്ക് പോലീസിനെ നയിച്ചു. കൊലപാതകം എങ്ങനെ നടന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ പോലീസ് അന്വേഷണം തുടരുകയാണ്. മീഡിയ ടൈം, തൃശൂർ. കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കർഷക സംഘം മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിൻവാങ്ങുക, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് ഉറപ്പാക്കുക, കാർഷിക വായ്പകൾ എഴുതിത്തള്ളുക, രാസവളങ്ങളുടെ വിലവർധന പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കർഷക സംഘം മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര കരാർ യാഥാർത്ഥ്യമാവുകയാണ്. ഇൻഡോ അമേരിക്കൻ വ്യാപാര കരാർ എന്നാണ് ആ കരാറിൻ്റെ പേര്. കരാർ ഏർപ്പെടുമ്പോൾ കരാറിൽ 2 കക്ഷികളുണ്ടാവും. 2 കക്ഷികൾക്കും തുല്യ സമ്മതപ്രകാരമാണ് കരാർ ഒപ്പിടുന്നത്. എന്നാൽ ഇവിടെ ഉണ്ടാകുന്ന കരാറ് അമേരിക്ക ട്രംപിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് കരാറും കരാറിലെ വ്യവസ്ഥകളും എഴുതിയുണ്ടാക്കിയത്. ട്രംപ് പറഞ്ഞാണ് കരാറിലെ വ്യവസ്ഥകൾ ഇന്നതാണെന്ന് ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയുന്നത്. അഥവാ അമേരിക്കൻ താല്പര്യത്തിന്, സാമ്രാജ്യത്വ താല്പര്യത്തിന് ഇന്ത്യ തുടരെ കീഴടങ്ങുകയാണ്. ഏരിയ പ്രസിഡന്റ് TK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നയങ്ങൾ കർഷകർക്ക് തിരിച്ചടിയാകുകയാണെന്നും കർഷകരുടെ ആവശ്യങ്ങൾ അടിയന്തരമായി പരിഗണിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, KV ഡേവിസ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. മീഡിയ ടൈം, മാള.
നീറ്റ് പരീക്ഷയിലെ അഴിമതി അന്വേഷിക്കണമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും നേരിട്ട പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് ശേഷം നടന്ന സമ്മേളനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ടി.എം. നാസർ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധമാണ് ജന്തർ മന്ദിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി CJP എന്ന കോക്രോച്ച് ജനം നടത്തിക്കൊണ്ടിരിക്കുന്ന നിരാഹാര സമരം. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തുടങ്ങിയ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ച കേരളത്തിലെ രാജ്യത്തിന്റെ യുവജനത ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി.വി. രമണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് E.S. സാബു, അഡ്വക്കേറ്റ് P.H. മഹേഷ്, K.S. കമറുദ്ദീൻ, K.P. സുനിൽകുമാർ, നിഷാഫ് കുര്യാപ്പിള്ളി, P. ദിലീപ്, T.K. ലാലു, സനിൽ സത്യൻ, ജോളി ഡിൽഷൻ, K.G. മുരളീധരൻ, ഡിൽഷൻ കൊട്ടേക്കാട് എന്നിവർ പങ്കെടുത്തു. നീറ്റ് പരീക്ഷയിലെ നിരന്തരമായ ക്രമക്കേടുകൾക്കെതിരെ സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, K.C. വേണുഗോപാൽ എന്നിവർ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾക്കെതിരായ കയ്യേറ്റത്തിൽ പ്രതിഷേധിച്ച് മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് N.S. വിജയൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആധാരമായി വിഷയങ്ങൾ സൂചിപ്പിച്ച പോലെ ഇന്നലെ വൈകുന്നേരം ഇവിടെ നീറ്റ് പരീക്ഷ ക്രമക്കേടിനെ സംബന്ധിച്ച് ആവർത്തിച്ച് പരീക്ഷാ പേപ്പർ ചോരുന്ന സംഭവം ഉണ്ടായപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങിയപ്പോൾ അവരെ ക്രൂരമായി തല്ലിച്ചതച്ച ഒരു സംഭവം നിങ്ങൾ വാർത്താ മാധ്യമങ്ങൾക്കൂടെ അറിഞ്ഞു കാണിച്ചു. അതിങ്ങനെ ഒരു സംഭവം വിദ്യാർത്ഥികൾ ഇതുപോലെ തല്ലിച്ചതച്ച ഒരു സംഭവം ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടില്ല. അത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും അതുപോലെ രാഹുൽ ഗാന്ധി ഉൾപ്പെടുന്ന പ്രിയങ്ക ഗാന്ധി, K.C. വേണുഗോപാൽ, മല്ലികാർജ്ജുൻ ഖാർഗെ ഇവരൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു സമര പരിപാടി ഇന്നലെ സംഘടിപ്പിച്ചപ്പോൾ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സോയ് കോലഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ജോഷി കാഞ്ഞുത്തറ, അമൻ അൻസാർ, ജോയ് മണ്ടകത്ത്, K.R. പ്രേമ, ഷിൻഡോ എടാട്ടുകാരൻ, സേവ്യർ കാരേക്കാട്ട്, അജി കാവനാട്, മുഹമ്മദ് ഇക്ബാൽ, സോണി ഫ്രാൻസിസ്, നിത ജോഷി എന്നിവർ സംസാരിച്ചു. നീറ്റ് UG ഉൾപ്പെടെയുള്ള പരീക്ഷകളിലെ ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ ഡൽഹി പോലീസും കേന്ദ്രസേനയും കയ്യേറ്റം ചെയ്ത നടപടി അത്യന്തം അപലപനീയമാണെന്ന് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. പ്രതിഷേധ പ്രകടനത്തിന്റെ സമാപന യോഗം KPSTA തൃശൂർ ജില്ലാ പ്രസിഡന്റ് CJ ദാമു ഉദ്ഘാടനം ചെയ്തു. വളരെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ട് അവരെ റോട്ടിൽ കൂടെ വലിച്ചിഴച്ചാണ് അറസ്റ്റ് ചെയ്തത്. ഇത്രയും കിരാതമായ ഒരു നടപടി BJPയുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് നടന്നത്. ഇന്ന് രാജ്യത്ത് ഒരു കാര്യവും നടക്കുന്നില്ല. വിദ്യാഭ്യാസ മേഖല ആകെ താറുമാറായിരിക്കുന്നു. മേത്തല മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സേവ്യർ പങ്കത്ത് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ പ്രിൻസി മാർട്ടിൻ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ NV ആൻഡപ്പൻ, ഗോപാലകൃഷ്ണൻ, ജോബി KJ, സുനിൽ അഷ്ടപതി, രാധാകൃഷ്ണൻ, രാജേഷ് KA, ഷാജി വടക്കൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പുല്ലൂറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ കർക്കടക മാസാചരണത്തിന്റെ ഭാഗമായി ഔഷധ സസ്യ പ്രദർശനവും കർക്കടക വിഭവങ്ങളുടെ ഭക്ഷ്യമേളയും സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഷൈനി KG ഉദ്ഘാടനം ചെയ്തു. ഓരോ സസ്യത്തിന്റെയും ഔഷധ ഗുണങ്ങളും ആരോഗ്യ പ്രാധാന്യവും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. തുടർന്ന് കർക്കടക വിഭവങ്ങളുടെ മത്സരവും നടന്നു. പരമ്പരാഗതവും ആരോഗ്യപ്രദവുമായി നിരവധി വിഭവങ്ങൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. സുമം VP സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെന്മണിക്കര മടവാക്കരയിൽ വീട്ടിനുള്ളിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു. കൊല്ലപ്പെട്ട കൃഷ്ണന്റെ രണ്ടാമത്തെ മകൻ രാധാകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘം മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം.
നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കോൺഗ്രസ് ദേശീയ നേതാക്കൾക്കെതിരായ കയ്യേറ്റത്തിൽ പ്രതിഷേധം ശക്തമായി. വിവിധ സ്ഥലങ്ങളിൽ കോൺഗ്രസ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.